ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിലാണ്, മിയാവൂർ രൂപതയിൽ. ഇത് എൻ്റെ കൂടെ ഉള്ളത് പോളച്ചൻ വർഷങ്ങളായിട്ട് ഇവിടെ മിഷനിലാണ്. പോൾ വിലങ്ങുപാറയിൽ. അദ്ദേഹം അട്ടപ്പാടി തൃത്വമല എന്ന ഇടവകയിലെ അംഗമാണ്. അദ്ദേഹം ഈ മിഷനിലായിട്ട് ഒത്തിരി വർഷമായി. പോളച്ചൻ മുമ്പ് നംസ എന്നൊരു സ്ഥലത്തായിരുന്നു, അവിടെ ഞാൻ ധ്യാനം നടത്തിയിരുന്നു. പോളച്ചൻ ഇപ്പോൾ ഇവിടെയാണ്. ഇത് ഒരു സ്റ്റേഷൻ പള്ളിയാണ് പ്രിയപ്പെട്ടവർ. എടവപ്പള്ളിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു പള്ളി, ഒരു വില്ലേജിലാണിത്. ഈ പള്ളി ഒന്ന് നോക്കി നോക്കിയാൽ പ്രിയപ്പെട്ടവർ, ഈ ഇടവയ്ക്ക് വേണ്ടി ധ്യാനമുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ഒരു ധ്യാനമുണ്ട്. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ പള്ളിയിൽ കഴിഞ്ഞിരുന്നു. എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മളിതൊക്കെ കാണണം കേട്ടോ, ഈ മിഷനിലെ അവസ്ഥയൊക്കെ. ഇവിടുത്തെ വൈദികരും ഒത്തിരി സഹിക്കുന്നുണ്ട് സ്നേഹമുള്ളവർ. പോളച്ചൻ പങ്കുവയ്ക്കായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. രാവിലെ താമസ സ്ഥലത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് എത്തുക. അത്രയും വഴി നടന്ന് കഷ്ടപ്പെട്ടൊക്കെയാണ് അവിടെ എത്തുമായിരുന്നത്. എന്നിട്ട് അവിടെ ദിവ്യബലി അർപ്പിച്ച് വരും. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ നാട്ടിൽ, ഈ അരുണാചലിൽ പണ്ടത്തെ അവസ്ഥകളൊക്കെ വളരെ മോശം അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ള മിഷണറിമാർ, വൈദികരൊക്കെ ഇവിടെ വന്ന് ഇതുപോലെ കഷ്ടപ്പെട്ട് ഈശോയുടെ വചനം എത്തിച്ച്, പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ച്, യേശു ആരാന്ന് അവരെ അറിയിച്ച്, അങ്ങനെയൊക്കെയാണ് അവരിൽ മാറ്റം വന്നു. ഇപ്പോൾ അവരിൽ ഒത്തിരി മാറ്റങ്ങളാണ് പ്രിയപ്പെട്ടവർ, ഒത്തിരി വിശ്വാസമാണ്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങൾ ഈ അരുണാചലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് മിയാവൂർ രൂപതയാണ്. എന്നാൽ ഇവിടെ നല്ല പള്ളികളും ചിലത് ഇതുപോലെ പണിതിട്ടുണ്ട്. എന്നാൽ ചിലത് ഒത്തിരി ഇതുപോലത്തെ പള്ളികളാണ് സ്നേഹമുള്ളവർ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെയാണ് ഇവിടെ ഇവർക്കൊരു സംരക്ഷണമായിട്ട് ഭവിക്കുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, യാത്രാ സൗകര്യങ്ങൾ കുറവ്, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അങ്ങനെ ദൈവജനത്തിന് വേണ്ടി ദൈവം ഇതുപോലെയുള്ള വൈദികരെയും സിസ്റ്റേഴ്സിനെയും അൽമാരെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുക. ബഹുമാനപ്പെട്ട അഭിവന്യ ജോർജ് ബിഷപ്പാണ് ഇവിടുത്തെ പിതാവിനോടുകൂടെ വളരെ അനുസരണത്തിലും എളിമയിലൊക്കെ ഒത്തിരി വൈദികരുടെ ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങൾ ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ചില സ്ഥലത്തൊക്കെ ആശുപത്രികളുള്ളൂ പ്രിയപ്പെട്ടവർ. ചില സ്ഥലത്തൊക്കെ കാടാണ്. 3-4 മണിക്കൂറൊക്കെ യാത്ര ചെയ്താലാണ് ടൗണിലും ആശുപത്രിയിലൊക്കെ എത്തുക. അതുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ വൈദികർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള നാനാജാതി മതസ്ഥരെയും നിങ്ങൾ ഓർക്കണം. എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ അച്ഛൻ്റെ ആശീർവാദം ഒന്ന് സ്വീകരിക്കാം. സ്നേഹമുള്ളവരെ, ഒരാഴ്ചയായിട്ട് ബ്രദർ സണ്ണി എൻ്റെ ഇടവയിൽ മിഷൻ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ധ്യാനത്തിനുമായിട്ട് വന്നതാണ്. ഇന്ന് ഒരു വില്ലേജിൽ ഈശോയുടെ വചനം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിന് പോകുന്ന വഴിക്കുള്ള ഒരു വില്ലേജ് പള്ളിയാണിത്. ഇവിടെ നമുക്ക് കുറച്ച് പാവങ്ങളായിട്ടുള്ള ആളുകളാണുള്ളത്. ഇവരുടെ പള്ളിയൊക്കെ വളരെ മോശമാണ്. എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് ഇവിടെ വന്ന് പോകും നമ്മൾ. ഇവരുടെ പിള്ളേരൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നു. നമുക്കൊരു സ്കൂളുണ്ട്. അപ്പോൾ ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ്. The Lord be with you. May Almighty God bless you, the Father, Son and the Holy Spirit. Amen. താങ്ക് യു ഫാദർ, താങ്ക് യു. മിഷൻ വൈദികൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഈ പള്ളി ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ? ജയേശു. മുള കൊണ്ടാണ് പ്രിയപ്പെട്ടത്. മുളയുടെ അടങ്ങ് കൊണ്ടാണ് ചുമര. ഏക്കാ ഫാദർ? ഇത് ഇവരുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂടായിരുന്നു കേട്ടോ. ദൈവമേ, എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ ക്രിസ്മസിൻ്റെ പുൽക്കൂട്. ഞാൻ പള്ളിയുടെ അകം ഒന്ന് കാണിച്ചു തരാം. ലേൺ ആൻഡ് പ്രേ ജൂബിലി 2025 ഡയസിസ് ഓഫ് മിയാവൂർ. പള്ളിയുടെ അടുത്തേക്ക് കിടക്കാണ് കേട്ടോ. ഈ ബലിപീഠത്തിലും എല്ലാ ഞായറാഴ്ചയും ദിവ്യബലി അർപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഉണ്ടോ? നമുക്ക് ഈ
ബലിപീഠത്തെയും ഈശോയുടെ രൂപത്തേക്ക് ഒന്ന് കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ അനുഗ്രഹം നിറയട്ടെ ദൈവമേ. പരിശുദ്ധ അമ്മയുണ്ട് കേട്ടാ. ഈശോ എവിടെയുണ്ട് അവിടെ പരിശുദ്ധ മാതാവുണ്ട്. കണ്ടില്ലേ? മാതാവിനെ കണ്ടോ എല്ലാവരും? എന്താ, ഈശോ എവിടെയുണ്ട് അവിടെ പരിശുദ്ധ മാതാവുണ്ട്. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ നല്ല ദൈവം. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു കർത്താവ് മരിച്ചിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മരണമാണ് നിങ്ങളെയും എന്നെയൊക്കെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇത് വലിയൊരു വിശ്വാസം പ്രിയപ്പെട്ടവരെ. ഔസപിതാവിൻ്റെ ആ രൂപം കണ്ടു നോക്കിയേ. കണ്ടോ? ഈ ബലിപീഠത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നു. ഇവിടെ ജനം വരുന്നു. കണ്ടോ? ഇതാണ് പള്ളി. എല്ലാ ഞായറാഴ്ച ഇവിടെ വിശുദ്ധ ബലി ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. കാലിത്തൊഴുത്തിൽ പിറന്ന ആ കർത്താവിനുള്ള ബലി ഈ കൂടാരത്തിൽ നടക്കുമ്പോൾ ഇവിടെയും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. ഇവിടെയും ഒത്തിരി പേര് നിറയും. പ്രായമായവരൊക്കെ കസേരയിലിരിക്കും, മറ്റുള്ളവരൊക്കെ നിലത്തും അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. നിലമൊക്കെ മണ്ണ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയെ ഈ ബലിപീഠത്തോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒപ്പം തന്നെ എൻ്റെ ദൈവമേ, ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥരും അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ രക്ഷ എല്ലാവരും അറിയട്ടെ ഈശോയെ. കർത്താവെ, നിന്നെക്കുറിച്ചുള്ള ചിന്ത എല്ലാവരും നിറയട്ടെ. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ തമ്പുരാനെ. ഈ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം വേദനിക്കുന്നുണ്ടോ, ആരെല്ലാം സങ്കടപ്പെടുന്നുണ്ടോ, ആരെല്ലാം കഷ്ടപ്പെടുന്നുണ്ടോ, അവരെല്ലാം നീ അനുഗ്രഹിക്കുക ദൈവമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്നെല്ലാം നീ കാത്തുകൊള്ളണമേ. ഈ ബലിവേദിയിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. चलो जयसो, हम जा रहे हैं. आप लोग भी आ रहे हैं क्या? इधर വരുന്നുണ്ടോ? आ रहे आओ. आजा आजा आजा. आज संगाई हो जाएगा ना. हाँ, आओ बिटिया आओ. आप नहीं आ रहे क्या? आप नहीं आ रहे? അച്ഛാ, ഇതാണ് പുൽക്കൂട് കേട്ടോ. പള്ളിയുടെ പുൽക്കൂട് അത്. പള്ളി ഒന്നുകൂടി കണ്ടോളൂ. जेम्स चलेगा? पीछे बैठेगा लो. हाँ ठीक है, पीछे बैठना ही पड़ेगा, जगह तो नहीं है ना. കാടാണ്. ആ കുരിശടയാളത്തിൻ്റെ ശക്തി എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കണ്ടോ? ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. പള്ളി ഇങ്ങനെയാണെങ്കിൽ വീടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീടുകൾ കണ്ടില്ല ആളുകളുടെ. കണ്ടോ?